ഏറ്റവും വലിയ മേജർ ചേഞ്ചസ് ആണ്. നേരത്തെ മാഗ്നൈറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് വളരെ ശ്രദ്ധിക്കണം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്റ്റിഫല്ല, എന്നാലും ചെറിയൊരു സ്റ്റിഫ്നെസ് തോന്നുന്നുണ്ട് മറ്റു വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഹലോ, വെൽക്കം ബാക്ക് ടു കൃഷ്ണ ചാൻസ് ഓട്ടോ വ്ളോഗ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ, നമ്മുടെ ഫ്രോൺസിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്ഫുൾ ടു ഈച്ച് ആൻഡ് എവരി വൺ. കാരണം നമ്മുടെ എലിവേറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് തുടങ്ങിയത്. പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ, നമ്മൾ ₹1 പോലും മേടിക്കാതെയാണ് നമ്മൾ ഈ റിവ്യൂസൊക്കെ ചെയ്യുന്നത്. ഒത്തിരി പേര് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, പൈസ മേടിച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇതിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്, ഒരു പാഷൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. ഈ വണ്ടിയെ സ്നേഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുക, പുതിയ വെഹിക്കിൾസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുക. സോ ആ താഴത്തെ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങാം. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1 ലിറ്റർ എൻജിൻ്റെ ഒരു അടിപൊളി വെഹിക്കിളാണ്. നമ്മുടെ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ വളരെ ലക്കിയാണ്. അവരുടെ പോക്കറ്റിലുള്ള പൈസ അനുസരിച്ചുള്ള ഫീച്ചറുകളെ കൊടുത്തുകൊണ്ട് ഇഷ്ടം പോലെ ബ്രാൻഡുകാർ വണ്ടി ഇറക്കി തുടങ്ങി. അതും നമ്മുടെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെഗ്മെൻറ്റാണ്, കോമ്പാക്റ്റ് XUV സെഗ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമ്പാക്റ്റ് XUV സെഗ്മെൻറ്റായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിസാൻ മാഗ്നൈറ്റ് മാനുവലിൻ്റെ ടെക്ന പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. നേരത്തെ നിസാൻ മാഗ്നൈറ്റ് ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവാം. ഒത്തിരി ചേഞ്ചസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എണ്ണ വിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രില്ല് തന്നെയാണ്. ഒരു വെറൈറ്റി ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ലാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു പ്രൊജക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വന്നിരിക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ നിസാൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതൊരു വൈറ്റ് ആൻഡ് ഒരു ഗ്രേ കോമ്പോയിലാണ് അതിൻ്റെ ഒരു ബാഡ്ജിങ് വന്നിരിക്കുന്നത്. താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അലൂമിനിയം ഫിനിഷിനാണ് അതിൻ്റെ ഒരു സിറ്റിങ്സ് വന്നത്. ഇത് സ്കിഡ് പ്ലേറ്റ് ആണ്. ഇത് ഫ്ലോട്ടിംഗ് സ്കിഡ് പ്ലേറ്റ് എന്നാണ് ഇതിന് പറയേണ്ടത്. അപ്പം ഫ്ലോട്ടിംഗ് അതും പുതിയൊരു അപ്ഡേറ്റ് തന്നെയാണ് ഈ വണ്ടിയുടെ. പിന്നെ എയർ ഡാം ഒക്കെ അത്യാവശ്യം നല്ല സൈസ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫോഗ് ലാമ്പും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആണുങ്ങളുടെയൊക്കെ മീശ എന്ന് പറയുന്ന പോലെ തന്നെ ഈ സൈഡിൽ നമുക്കൊരു നൈസ് ഒരു സ്റ്റീൽ ഫിനിഷിലേക്ക് ഒരു നൈസ് പ്രൊജക്ഷൻസ് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു L ഷേപ്ഡ് DRLs കാണാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊജക്ഷൻസ്, അതിൻ്റെ ഈ ഒരു പ്രൊജക്ഷൻസ് ഡിസൈൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ജാപ്പനീസ് DNA വരുന്ന ഒരു വണ്ടിയും കൂടെയാണ്. അപ്പോൾ ജാപ്പനീസ് വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെ സമ്മതിച്ചു കൊടുക്കണം. കാരണം പുതിയ നിസാൻ മാഗ്നൈറ്റ് വന്നപ്പോൾ ₹1 കൂട്ടാതെ അവർ ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം ആഡ് ഓൺ ചെയ്ത്, അല്ലെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഏകദേശം 60 മേൽ കൺട്രിയിലേക്കാണ് ഇവരിത് അയച്ചു കൊടുക്കുന്നത്. കാരണം എക്സ്പോർട്ടിങ് എന്ന് പറയും. അപ്പം നമ്മുടെ ചെന്നൈയിലാണ് നമ്മുടെ ഈ വണ്ടി ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വിടുകയാണ്. വി ഷുഡ് ബി വെരി പ്രൗഡ് ഓഫ്. സോ ഇതാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഏകദേശം 13 LED വരുന്ന ഒരു ലൈറ്റാണ്. LED ലൈറ്റ്സ് ആണ് വരുന്നത്. LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ടേൺ ബ്ലിങ്കേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബേസ് വേരിയൻറ്റ് വരുന്നത് ഹാലജൻ ലൈറ്റാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മേജർ അപ്ഡേറ്റ്സ് വരുന്നത്. നമുക്കിനി സൈഡ് പോർഷൻ നോക്കാം. ഈ സെഗ്മെൻറ്റിൽ ഇഷ്ടംപോലെ വണ്ടികളാണുള്ളത്. അതുപോലെ ഫ്രോൺസ് വരുന്നുണ്ട്, നമുക്ക് കൈഗർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി പുതിയത് കൈലാക്ക് എന്ന് പറഞ്ഞ വണ്ടി വരുന്നുണ്ട്. അതൊക്കെ ഇച്ചിരി കൂടെ ടോപ്പ് എൻഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിയ സോണറ്റ് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ വണ്ടിക്ക് ശരിക്കും സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്നുള്ളതാണ്. അതാണ് ഞാൻ ശരിക്കും ഇതിൻ്റെ പോയിന്റ് പറയുന്നത്. സോ സൈഡിലെ കാര്യങ്ങൾ നോക്കാം. സൈഡിൽ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ 5 സ്പോക്കിൽ നിന്നും 6 സ്പോക്കിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഇതിൻ്റെ അലോയ്. ഏകദേശം ഡയമണ്ട് കട്ട് അലോയ് ആണ് വരുന്നത്. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 195/60/R16 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമ്മുടെ ടയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സ്പോക്കിൽ നിന്നും 6 സ്പോക്കിലേക്കായി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതയുണ്ട്, ഇവരിത് വെയിറ്റ് കുറച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടയറിൻ്റെ ലൈഫ് കൂടുന്ന രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാപ്പനീസുകാർ ഒരു പ്രത്യേകതയുണ്ട്, അവർ ഒത്തിരി പൈസയൊന്നും മേടിക്കത്തില്ല, പക്ഷേ തരുന്ന സാധനമൊക്കെ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് നമുക്കിവിടെ വരുന്നുണ്ട്. അതും നല്ല വൈഡറായിട്ടാണ് ബ്ലാക്ക് ക്ലാഡിങ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ടയറിൽ നിന്നും അത്യാവശ്യം സ്പേസ് കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും അത്യാവശ്യമാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്പേസിങ് എന്ന് പറയുന്നത്. നമുക്ക് ക്ലാഡിങ് സൈഡിലോട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ബ്ലാക്ക് ക്ലാഡിങ് ഈ താഴെ പുറവ് വരെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു അലൂമിനിയം ഫിനിഷിൽ ഒരു ചെറിയൊരു പീസ് വന്നിട്ടുണ്ട്. ഒരു നൈസായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റഡ് ആണ്. നമുക്ക് സൈഡ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊജക്ഷനൊക്കെ വന്നുകൊണ്ട് ഒരു എയറോ ഡൈനാമിക് ആയിട്ട് തന്നെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിസാൻ്റെ വണ്ടികൾ വളരെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആവുന്നതും
ഈ വണ്ടിക്ക് എത്ര മൈലേജ് ഉണ്ടെന്നും ബേസ് വേരിയൻറ്റ് എന്തൊക്കെ ഉണ്ടെന്നും ഒക്കെ ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ നിസാൻ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ആ ടോപ്പ് കളർ തന്നെയാണ് നമുക്ക് സൈഡിൽ മിററിൽ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. ടേൺ ബ്ലിങ്കേഴ്സും ഇതിനകത്ത് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എറൗണ്ട് വ്യൂ ക്യാമറ വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു ക്യാമറ കാണാം. ഫ്രണ്ടിലും നമുക്കൊരു എറൗണ്ട് വ്യൂ ക്യാമറ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ ക്യാമറ വരുന്നത്. ഈ ഒരു പ്രീമിയം SUV സെഗ്മെൻറ്റ് വണ്ടികളെ പോലെയാണ് ഇവരിപ്പം ചെയ്തിരിക്കുന്നത്. അപ്പം A പില്ലറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പിയാനോ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ B പില്ലറിലൊരു ഗ്ലോസി ബ്ലാക്ക്. ഇവിടെ ചെറിയ ക്വാർട്ടർ പ്ലേറ്റ് വരുന്നുണ്ട്. ആ ക്വാർട്ടർ പ്ലേറ്റ് അതിനകത്തൊരു ചെറിയൊരു എന്താ പറയുന്നത് ഒരു ബ്ലാക്ക് ഒരു ഔട്ടർ കവറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷ് ചെയ്ത് ഇവിടം വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബീഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതും വളരെ സ്റ്റൈലായിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു കിഡ്ലൻ റൂഫ് റെയിൽ വരുന്നുണ്ട്. 50 കിലോ വരെയാണ് നമുക്കിത് ഒത്തിരി മേജർ അപ്ഡേറ്റ്സ് ഈ വണ്ടിക്കുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് എണ്ണം ഇട്ട് പറയുന്നുണ്ട്. ഏറ്റവും വലിയ അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ ഡോറ് കുറച്ചുകൂടെ വളരെ സ്ട്രെങ്ത് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആ ഒരു പ്രീമിയം SUV-യിലൊക്കെ കാണുന്ന പോലുള്ള ഒരു ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്രോം ഫിനിഷ് കൊണ്ടുവന്നിരിക്കുകയാണ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡിലിൽ ക്രോം ഫിനിഷ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൽ ക്രോം ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും വലിയ മേജർ ചേഞ്ചസ് ആണ്. നേരത്തെ മാഗ്നൈറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് വളരെ ശ്രദ്ധിക്കണം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് സിമ്പിളായിട്ട് ഇവിടെയായിരുന്നു, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നില്ല. പക്ഷേ നിസാൻ ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയി തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ ഒരു ലോക്ക് സിസ്റ്റം ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുന്നത് ഒരു കാർബൺ ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. കാർബൺ ഫിനിഷ് അല്ല, എന്നാലും ഒരു ഡിസൈൻ ഡയമണ്ട് കട്ട് ഡിസൈൻ കൊണ്ടുവന്നിട്ട് മാഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓട്ടോ ഇത് വരുന്നുണ്ട്. ചൈൽഡ് ലോക്ക് ഇവിടെ കാണാം. മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. പൊസിഷനിങ് ഒക്കെ കാണാം. ലെതർ വാപ്ഡ് സീറ്റാണ്. നമ്മുടെ ഒരു പ്രീമിയം വണ്ടികൾ SUV സെഗ്മെൻറ്റ് വണ്ടികളൊക്കെ റേഞ്ചർ റോവറിലൊക്കെ കാണുന്ന പോലത്തെ പല വെറൈറ്റി കളേഴ്സാണ് ഇൻറ്റീരിയറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഡോർ സൈഡിൽ തന്നെ ഒരു വെറൈറ്റി ഓറഞ്ച് കളർ കൊണ്ടുവന്നു. ഒരു തീം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സൈഡ് പോർഷനിൽ വരുന്നത്. റൈറ്റ് സൈഡിൽ തന്നെയാണ്, ഡ്രൈവർ സൈഡിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. 40 ലിറ്റേഴ്സിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഇതിൻ്റെ വരിക. അതുപോലെ തന്നെ നമ്മൾ സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കർവ്സ് കൊടുത്തിട്ടുണ്ട്. ആ കർവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. ഒരു സൈഡ് പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ വണ്ടി ഒരു SUV ലുക്കായിരിക്കണം. 10 പേര് കാണുമ്പോൾ നമുക്കൊരു പവർ ഫീൽ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു നിസാൻ്റെ ഈ വെഹിക്കിൾ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്, വാല്യൂ ഫോർ മണിയാണ്. ഈ ഒരു പൈസയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതേസമയത്ത് നമ്മുടെ ഇതിൻ്റെ ഡ്രൈവിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നോൺ ടർബോ ആൻഡ് ടർബോ എഞ്ചിനിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വ്യത്യാസം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവ് റിവ്യൂവിൽ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട് ഒത്തിരി അമ്മമാരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് ഈ വണ്ടിയെ കൊണ്ടുപോകുന്നത്. അപ്പം ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും എടുത്ത് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ചൈൽഡ് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൈൽഡ് ലോക്ക് ആവും. ഒട്ടുമിക്ക വണ്ടികൾക്കുള്ളതാണ്. ഞാൻ എടുത്തു പറയുന്ന സംഭവമൊന്നുമല്ല. അതുപോലെ തന്നെ ഐസോഫിക്സ് നമുക്ക് ഇവിടെ ഒരു സംഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരെ ഇരുത്തിക്കൊണ്ട് സേഫായിട്ട് പോകാം ഈ ബാക്ക് സീറ്റിലൊക്കെ. അപ്പോൾ അതൊക്കെ അതിനുള്ള ഒരു ഓപ്ഷൻസൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡോറിൻ്റെ തന്നെ ക്വാളിറ്റി കൂട്ടി, മാത്രമല്ല 16% ഇതിൻ്റെ സ്റ്റീൽ സ്ട്രെങ്ത് ഒക്കെ കൂട്ടിയിരിക്കുകയാണ്. ബാക്ക് പോർഷനിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ 3D ഹണികോം ഗ്രേഡിയൻറ്റ് എഫക്റ്റ് ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ് 3D ഹെഡ് ലാംപ്സ് വരുന്നത്. അതും ഒരു ഗ്രേഡിയൻറ്റ് ഡിസൈനൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബാക്ക് ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നല്ല ഭംഗിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നിസാൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. മാഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇത് ഏത് വേരിയൻ്റ് ആണെന്നും ഇവിടെ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ വൈപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഡിഫോഗർ വരുന്നുണ്ട്. സ്പോയിലർ നോക്കി, വാവ്, അടിപൊളി. ഒരു സ്പോട്ടി ടച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്റ്റൈലിഷ്, നല്ല ഒരു കർവ്സൊക്കെ കൊടുത്തേക്കുന്ന പോലെ ഇങ്ങനെ വന്നു ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് വീണ്ടും പൊങ്ങി സ്റ്റൈലായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കലക്കൻ ഒരു ഷാർക്ക് ഫിൻ ഹാൻഡില. വാവ്, അടിപൊളി. ഇതിനൊരു സൺറൂഫും കൂടെ ഉണ്ടായിരുന്നേ പൊളിച്ചേനെ. പക്ഷേ സൺറൂഫ് ഇല്ല. ഒരു വേരിയൻറ്റിലും സൺറൂഫ് വരുന്നില്ല. അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ പുതിയ നിസാൻ മാഗ്നൈറ്റ് എന്തുകൊണ്ട് സൺറൂഫും കൂടെ ആഡ് ചെയ്യുന്നില്ല? അപ്പോൾ എനിക്കൊരു പേഴ്സണലി ഒരു ഇതാണ്, കാരണം സൺറൂഫും കൂടെ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആകത്തുള്ളൂ. ഇവിടെ നമുക്ക് ഒരു 3D എറൗണ്ട് വ്യൂ ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതുപോലെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സ്കിഡ് പ്ലേറ്റ് വരുന്നത്. നല്ല സ്റ്റൈലായിട്ടുള്ള വിത്ത് പ്രൊജക്ഷൻസ് ആണ്. ഞാൻ പല വണ്ടി റിവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള പ്രൊജക്ഷൻസും ഒക്കെ കൊടുത്ത് നമ്മുടെ ഒരു ജാപ്പനീസുകാരുടെ ഒരു ഷേപ്പ് പോലെ തന്നെയാണ്. അവരൊരു വെറൈറ്റി ഒരു ഷേപ്പൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിലും ഒരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കാണാം, സെൻസേഴ്സ് കാണാം.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊജക്ഷനൊക്കെ വന്ന് ഒരു നൈസായിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കൊള്ളാം. ബൂട്ട് സ്പേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബൂട്ട് സ്പേസ് ആണ് നിസാൻ മാഗ്നൈറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. 336 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത് ഈ 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉണ്ടല്ലോ, ഇതങ്ങ് മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടുന്നതാണ്. ഏകദേശം 690 ലിറ്ററോളം കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും ബൂട്ട് സ്പേസും കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം പ്രൊജക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സാധനങ്ങൾ എടുത്തു വെക്കേണ്ട ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ സ്പെയർ ടയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 14 സൈസിൻ്റെ ടയറാണ് വരുന്നത്. സ്പെയർ ടയർ അത് ചെറുതായി പോയി എന്ന് വേണം എനിക്കൊരു അഭിപ്രായം ഉണ്ട്. അത് സെയിം തന്നെ കൊടുക്കാമായിരുന്നു. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ റിഫ്ലക്ടർ, നമ്മുടെ ആസ് യൂഷ്വൽ ഒരു ജാക്കി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബേസ് വേരിയൻ്റ് തൊട്ട് ഈ വണ്ടി നമുക്ക് 6 എയർ ബാഗ്സ്, ക്രോം ഹാൻഡിൽസ്, 60-40 സ്പ്ലിറ്റ് സീറ്റ്, ഇങ്ങനെയുള്ള ബേസിക് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിസാൻ മാഗ്നൈറ്റിൻ്റെ ബേസ് വേരിയൻ്റ് അങ്ങോട്ട് എടുക്കുക, ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് 3 സാധനങ്ങൾ ചെയ്യുക. അതിനകത്ത് ആദ്യമേ സ്റ്റീരിയോ അങ്ങ് പിടിപ്പിക്കുക, നല്ലൊരു സൗണ്ട് സിസ്റ്റം. അതിനകത്ത് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ ഒക്കെ കിട്ടുന്ന 31,000 രൂപയുടെ ഒരു കിടിലൻ സിസ്റ്റം. സെൻട്രൽ ലോക്കിംഗ് ഇല്ല. ഒരു 7,500 രൂപയ്ക്ക് ഒരു സെൻട്രൽ ലോക്കിംഗ് അങ്ങോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ കപ്പാണ്. വേണം ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് വീൽ കപ്പൊക്കെ അല്ലെങ്കിൽ സ്റ്റൈൽ വീൽ കപ്പൊക്കെ കിട്ടും. അതങ്ങ് ഇട്ടാൽ മതി. അതൊക്കെ ആകുമ്പോൾ നല്ല ബേസ് വേരിയൻ്റ് നല്ല അടിപൊളിയായിരുന്നു. ബേസ് വേരിയൻ്റ് വണ്ടിയുടെ വിലയെന്ന് പറഞ്ഞാൽ വെറും 7,19,000 ആ റേഞ്ചൊക്കെ തന്നെ ഓൺ റോഡ് വരുന്നുള്ളൂ. അതുകൊണ്ട് നിസ്സാര കേസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പൈസ മുടക്കി ഈ ഒരു സിസ്റ്റമൊക്കെ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് അത് മതി. അപ്പോൾ നമ്മുടെ സാധാരണ മലയാളികൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഒരു ഐഡിയ കിട്ടണമല്ലോ. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് ഏത് ടെറൈനിൽ കൂടെ വേണമെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. 2500 mm വീൽ ബേസ് ആണ് വരിക. ഈ വണ്ടിക്കകത്തോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു സുഖം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യൂരിഫൈഡ് എയറാണ്. സോ എയർ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. എന്താ പറയുക, പ്ലാസ്മ ക്ലസ്റ്റർ ടെക്ന എന്നൊക്കെ പറയാം. നല്ല രീതിയിൽ ശ്വസിക്കാം, നല്ല പ്യുവർ എയർ കിട്ടും. ഇത്ര ശതമാനത്തോളം ഇതിൻ്റെ എയർ പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചാടി കയറിയ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അങ്ങോട്ട് ഇരുന്നിരിക്കുകയാണ്. പ്രീമിയം ക്വിൽറ്റഡ് ലെതർ സീറ്റാണ്. അതുപോലെ തന്നെ ഹീറ്റ് അബ്സോർപ്ഷൻ ഒരു ഏകദേശം 70% വരെ ഇതിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൂടത്തൊക്കെ ഇട്ട് വണ്ടിയൊക്കെ പോകുമ്പോൾ ഇതിനകത്തോട്ട് കയറിയിരിക്കാൻ പൊരിഞ്ഞിരിക്കും അല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ ചൂടാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിന് അങ്ങനെയല്ല. ഇതിനകത്തൊരു 70% ഇതിൻ്റെ അകത്തേക്ക് ഹീറ്റ് അബ്സോർപ്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഹീറ്റ് അബ്സോർപ്ഷൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് ചൂടാകത്തില്ല. അതുപോലെ തന്നെ നല്ല തണുപ്പ് സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ചെറിയൊരു ചൂട് ഇത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിലിരിക്കുമ്പോഴും ആ ഒരു സുഖമൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതുണ്ടോ. അപ്പോൾ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. നമുക്ക് താത്തണമെങ്കിൽ ഇങ്ങനെ പിടിച്ച് താത്തുക. നല്ല ക്വാളിറ്റിയാണ്. ഇത് കണ്ടില്ല, അതിൻ്റെ ലിവേഴ്സ് ഡ്യുവൽ ടോണിലാണ് വരുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഒരു ഓറഞ്ച് ഫിനിഷ്, ഇവിടെ മാഗ്നൈറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പുതിയതാണ് സംഭവങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. സോ ഇതിൻ്റെ ഒരു സംഭവത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നല്ല അടിപൊളി കീ ഫോമാണ് വരുന്നത്. ഈ കീ ഫോബ് വെച്ച് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ട്രാക്ഷൻ്റെ സ്വിച്ച് വരുന്നത്, ട്രാക്ഷൻ ഓൺ, ഇപ്പോൾ ഓഫായി ട്രാക്ഷൻ. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോളിൻ്റെ ഈ ഒരു പച്ച എംബ്ലം കാണാമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ. അതൊന്ന് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ട്രാക്ഷൻ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഈ ക്ലസ്റ്ററിൽ എടുത്ത് പറയണം, നല്ലൊരു TFT സ്ക്രീൻ വരുന്നുണ്ട്. നമുക്കിതിനകത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഈ ജാപ്പനീസിൻ്റെ ഒരു ടെക്നോളജി ഉണ്ട്. ഒരു 5 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇവർ ഇതിൻ്റെ സ്വിച്ചസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനെ കൈയൊക്കെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിനാണ് ഈ ഒരു ഇൻക്ലിനേഷൻ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് നിസാൻ വണ്ടിയുള്ള ആളായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ജാപ്പനീസുകാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഡെമ്മി സ്വിച്ച്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡിഫോഗർ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ ലോക്കിംഗ് സ്വിച്ച് വരുന്നുണ്ട്. AC-യുടെ ആ ഒരു സ്വിച്ച് കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു ഫാനിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ ഡിഫോഗറിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഓട്ടോ AC-യുടെ സ്വിച്ച് വരുന്നുണ്ട്. ഈ ഓൺ ഓഫ് ചെയ്യാനുള്ള സംഭവം വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആ ഒരു ഉള്ളിലേക്ക് എയറിൻ്റെ ഇതിൻ്റെ ഉള്ള വരുന്നുണ്ട്. ഇതൊക്കെ ആസ് യൂഷ്വൽ ഇതറിയാം. ഇതൊക്കെ നമ്മൾ ഓപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ കാലിലോട്ടടിക്കുകയും മേളിലോട്ടടിക്കുകയും ഉള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഇഗ്നീഷ്യൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നത്. വയർലെസ് ചാർജിങ് നമുക്ക് വരുന്നില്ല. അതിന് വേണ്ടി സെപ്പറേറ്റ് നമുക്കൊരു സംഭവം മേടിച്ച് വെക്കണം. മേടിച്ച് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് നമുക്ക് ആ ഒരു വയർലെസ് ചാർജിങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് 12 വോൾട്ടിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഗിയർ നോബ്സ്, ഒരു പ്രീമിയം വണ്ടിയുടെയൊക്കെ വരുന്നത്. ഗിയർ നോബ് നോക്കി ഇതിങ്ങനെ പൊക്കിയിട്ടാണ് റിവേഴ്സ് ഇടുന്നത്. ഉണ്ടോ? വണ്ടി റിവേഴ്സായി. റൗണ്ട് വ്യൂ ക്യാമറ വന്നിരിക്കുകയാണ്.
എറൗണ്ട് വ്യൂ ക്യാമറയാണ് ഇതിനകത്ത്. അത്യാവശ്യം എന്താ പറയുക, ലെഫ്റ്റ് സൈഡിൻ്റെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങൾ, ബാക്ക് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 12 മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഫ്രണ്ടിലൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെതററ്റ് എന്നേ പറയാവുള്ളൂ, ലെതർ ലൈറ്റ് എന്ന് പറയില്ല. പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ അറിയാതായി പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതെ, ഇതാണ് അതിൻ്റെ ഒരു ലെതറിട്ട് പാർക്കിംഗ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആംബ്രസ്റ്റിൻ്റെ അകത്ത് നേരത്തെ സ്പേസ് കുറവായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു എന്നാ പറയുന്നത് 1 to 2 ലിറ്ററിൻ്റെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു കുഷൻ ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം, നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടിരിക്കുകയാണ്, കാരണം കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പ്ലസ് മൈനസ് വോളിയം പ്ലസ് മൈനസ്, നമുക്ക് ഇതിൻ്റെ ഒരു വോയിസിൻ്റെ അസിസ്റ്റ് അത് കാര്യങ്ങൾ വരുന്നുണ്ട്. കോള് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. സോഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇത് കൊടുക്കാം. പിന്നെ മോഡിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് മോഡ് അപ്രോച്ച് ചെയ്യാം. അതെല്ലാം നമുക്ക് ഇതിലേക്കാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അപ്രോച്ചിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. അതിനകത്ത് നമുക്ക് ഫ്യൂൽ എക്കോണമി, ആവറേജ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഒരു ക്യാൻസൽ സ്വിച്ചൊക്കെ വരുന്നുണ്ട്. ബാക്ക് പൊസിഷൻ അടിച്ച് കഴിഞ്ഞപ്പോൾ ട്രാക്ഷനൊക്കെ ഓഫ് ആകുന്നത്, അതിൻ്റെയൊക്കെ എല്ലാം ഇത് കണ്ടില്ല, ഇതൊക്കെ നമുക്ക് മാറുന്ന കാണാം. കണ്ടോ, ഇങ്ങനെ എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആക്കാൻ പറ്റുന്നതാണ്. ബാക്ക് സ്വിച്ച് ഉണ്ട്, ക്യാൻസൽ, എല്ലാ സംഭവങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പല ഓപ്ഷൻസൊക്കെ കാണുന്നതേ, ഡിം കൺട്രോൾ, ഇൻക്രീസ് ഡിക്രീസ് ബ്രൈറ്റ്നസ്, ഇതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇതിൻ്റെ പല ഓപ്ഷൻസൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. കൺട്രോൾസ് നല്ല ഇതായിട്ടുണ്ട്. ഇതേലും നല്ല സ്റ്റിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് സ്റ്റിച്ചസ് അല്ലെങ്കിൽ ഓറഞ്ച് സ്റ്റിച്ചസ്, ഈ ഒരു ഷെയ്ഡ് തന്നെ എവിടെയും കൊടുത്തിരിക്കും, ഓറഞ്ച് ഷെയ്ഡ്. നല്ല അടിപൊളി ഹാൻഡി ആയിട്ടുള്ള നല്ല സൂപ്പർ സ്റ്റിയറിംഗ് വീല്, നല്ല പടക്കൻ ഹോൺ, ഒന്നും പറയാനില്ല. ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഒത്തിരി ടെക്നിക്കൽ ടേംസ് കൊണ്ടുപോകുന്നത് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മളത് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഫിനിഷാണ്. ഇവിടെ അവർ വലിയ ഒത്തിരി ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. നോക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെത്തി വന്ന് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല വേവായിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് നല്ലത് ഇവിടെ SRS എയർ ബാഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 6 എയർ ബാഗ്, നമ്മുടെ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ്, അടിപൊളി. നല്ല എയർ വെൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റബിൾ തന്നെയാണ്. കണ്ടോ, നല്ല സൗകര്യമായിട്ട്, നല്ല ഈസി ആയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് മൈക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറയിൽ ഒരു AC സെൻസർ വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ AC അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സെൻസർ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാണാം, സൈഡ് ലൈറ്റ്. പക്ഷേ പേഴ്സണലി ഇതൊരു എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു വെള്ള കളർ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു ബ്ലാക്ക് ആയിരുന്നു കുറച്ചുകൂടെ നന്നായാണ്. ഇവിടെ ചെളിയൊക്കെ പറ്റിയാൽ അറിയും. പക്ഷേ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഡിമ്മിങ്, ഒരു എന്താ പറയുക IRVM, ആ ഒരു മിറർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വെട്ടമൊക്കെ അടിച്ചാൽ പോലും ആ റിഫ്ലക്ഷൻ വലിയ കാര്യമായിട്ട് ബാധിക്കാത്ത രീതിയിലായിട്ടുള്ള ബെസ്ലെസ് ആയിട്ടുള്ള മിറർ. അപ്പോൾ ആ ഒരു മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൺവൈസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺവൈസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും പുത്തൻ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഈ കവറൊക്കെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇവിടെ എയർ ബാഗിൻ്റെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വാനിറ്റി മിറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത് മൊത്തത്തിൽ. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു എന്നാ പറയുന്നത്, ഒരുമാതിരി നമ്മുടെ പണ്ടത്തെ ടാബ് പോലൊക്കെ ഇരിക്കുന്നു. പക്ഷേ കുറച്ചുകൂടെ മോഡലാക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഡ്രൈവിംഗ് എക്കോ, സ്മാർട്ട് ഫോൺ ഇൻ്റഗ്രേഷൻ, ഫോൺ, റേഡിയോ, മീഡിയ, സെറ്റിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ വോളിയം, ഇത് സംഭവങ്ങൾ, ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ, ഡിവൈസസ്, സിസ്റ്റത്തിൽ ലാംഗ്വേജ്, ഫാക്ടറി സെറ്റിങ്. പിന്നെ ഓഡിയോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോയിലേക്ക് ആർക്കിമിസിൻ്റെ നമ്മുടെ ഫ്രഞ്ച് ബേസ് ചെയ്തിട്ടുള്ള കിടിലൻ 3D സൗണ്ട് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ പാട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തിയേറ്ററിലിരിക്കുന്ന ഒരു ഫീലാണ്. സൂപ്പർ സാധനം. പക്ഷേ പാട്ടിട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ നമ്മുടെ യൂട്യൂബുകാർ ഒരു കത്തയക്കും. അതുകൊണ്ട് നമുക്ക് പാട്ടിടാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് അതിൻ്റെ സ്വിച്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഒരു പ്ലസ് മൈനസ് ഓപ്ഷൻ, ഹോം, ക്യാമറ എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കാണാം. ക്യാമറ ഞെക്കുവാണെങ്കിൽ ക്യാമറയുടെ സംഭവങ്ങളൊക്കെ വരും. ഒത്തിരി റെസൊല്യൂഷനുള്ള ക്യാമറയൊന്നുമല്ല, ഒരു ആവറേജ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്യാമറയാണ് വരുന്നത്. കുറച്ചുകൂടെ റെസൊല്യൂഷനുള്ള ക്യാമറ ചെയ്യാമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളിപ്പം വണ്ടി ഓടിക്കുന്നത് മാനുവൽ വേരിയൻ്റാണ്, നോൺ ടർബോ വേർഷനാണ്. ടർബോ വേരിയൻറ്റിൽ ഇവർ കുറച്ചുകൂടെ അപ്ഡേഷൻസ് ഒക്കെ വരുത്തുന്നുണ്ട്. ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് കീ ഫോബിൽ തന്നെ വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ടെർബോ വേരിയൻറ്റ് ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലെതർ വരുന്നുണ്ട്. നല്ല
ഒരു നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം. 1 ലിറ്റർ ബോട്ടിൽ വെക്കാം. പിന്നെ ഗ്ലൗ ബോക്സ്, കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നത് നമുക്കിവിടെ തണുപ്പൊക്കെ വരും. നല്ല സ്പേസ് ആണ്. ആ സ്പേസിലൊന്നും ഒരു കുറവും വരുന്നില്ല. ഇത്ര സ്പേസ് ഞാൻ അങ്ങനെ വളരെ പരിമിതമായിട്ടേ കണ്ടിട്ടുള്ളൂ. നമ്മൾ പല വണ്ടികളും റിവ്യൂ ചെയ്തെങ്കിൽ പോലും. വലിയ അപ്ഡേറ്റിലൊന്നാണ് നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ. പുതിയ വണ്ടിയിലേക്ക് വരുമ്പോൾ ടയർ പ്രഷർ മോണിറ്റർ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ NVH ടെക്നോളജി, നമുക്ക് വൈബ്രേഷൻ ഹാർഷ്നെസ് ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ട് NVH ടെക്നോളജിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ നോർമൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ക്രൂസ് കൺട്രോൾ, എല്ലാ സംഭവങ്ങളും അത് നോർമലായിട്ട് ഞാൻ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അഡാസ് ലോഡഡ് ഒന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ മെയിൻ സംഭവങ്ങൾ വരുന്നത്. ടോപ്പിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഡിമ്മിങ് ഹെഡ് ലാമ്പ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്കിനി ബാക്ക് പോർഷൻ നോക്കാം. റിവ്യൂ കണ്ടിട്ട് എൻ്റെ പല ഫ്രണ്ട്സും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ദൈർഘ്യം ഒന്ന് കുറച്ചുകൂടെ. പക്ഷേ പല ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കുന്നുണ്ട്. പല ആൾക്കാരും പറയാത്ത കാര്യം ഒത്തിരി നല്ല കമൻറ്റ്സ് വരുന്നുണ്ട്. എല്ലാവരോടും ഞാനൊന്ന് നന്ദി പറയുകയാണ് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വേണേൽ പറഞ്ഞു പോകാം. പക്ഷേ ഇപ്പോൾ ഇത് 10 പേർക്ക് മനസ്സിലാവണമല്ലോ വിചാരിച്ചിട്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. മാക്സിമം നമ്മൾ കുറച്ച് തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് സീറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിൽ നമുക്ക് ചെറിയൊരു കൺജഷൻ തോന്നുന്നുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് കയറിയപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സീറ്റ് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓറഞ്ച് ഫിനിഷ്, ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്, കുറേ പ്രൊജക്ഷൻസ്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറേ സ്റ്റിച്ചസ്, ഇവിടെ ഒരു ഗ്രേ സ്റ്റിച്ച്, ഇവിടെ ഒരു ഓറഞ്ച് സ്റ്റിച്ച്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇത് പൊക്കുകയും താത്തുകയൊക്കെ ചെയ്യാം. ഇത് പൊക്കുകയും താത്തുകയും ചെയ്യാം. ഇത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പറ്റുന്നതാണ്. ഇത് 4 അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കിഡിനൊക്കെ ഇരുത്താൻ പറ്റുന്ന പോലെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. 5 പേര് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം കേട്ടോ. ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ലെഗ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ഒരു ലെഗ് റൂമാണ് വരുന്നത്. ഹെഡ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് റൂം വലിയ കുഴപ്പമില്ല. അത്യാവശ്യം ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും നമ്മുടെ ഫ്രണ്ടൊക്കെ ഉള്ള വൈറ്റ് കളറിലൊക്കെ വന്നിട്ട് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ഓഫാക്കി. ഇവിടെ ഒരു ഹാൻഡിലെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു മൊബൈലെ സംഭവങ്ങളൊക്കെ ഇടാം, ഫയൽസൊക്കെ ഇടാം. ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഇപ്പോൾ സീ പോർട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ടിപ്പ് ഓഫ് എ ഫിംഗർ എന്ന് പറയുന്ന പോലെ ഒറ്റയടിക്ക് അഡ്ജസ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ട് റിയർ AC വെൻസ് അത് നല്ലപോലെ പൊസിഷൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ മാഗ്നേറ്റ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഒരു ഡയമണ്ട് കട്ട് ഡിസൈൻ വന്ന പോലത്തെ ഇതിലൊരു നൈസ് ഡിസൈനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഈ സീ പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വിൻഡോ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു നോർമൽ വിൻഡോ ലൈനാണ് വന്നിരിക്കുന്നത്. 1 ലിറ്റർ ബോട്ടിലൊക്കെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഒരു എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രശ്നത്ത് ഇവിടെ ഒരു ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ചെറിയ സ്പേസ് വരുന്നുണ്ട്. 4 പേരൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടിരുന്ന് പോവാം. നല്ല രസമുണ്ട് കേട്ടോ. തൈ സപ്പോർട്ടാണെങ്കിൽ നല്ല തൈ സപ്പോർട്ടാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ കീ ഫോം വരുന്നത്. നൈസ് ലുക്ക് കീ ഫോം ആണ്. ഇതിൻ്റെ ഒരു ഗുണമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് വാക്കവേ ലോക്കാണ്. ജസ്റ്റ് 1.8 മീറ്റേഴ്സ് ഞാനിങ്ങനെ മാറുകയാണ്. സോ വണ്ടി ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. ഞാനിപ്പം അപ്രോച്ച് ചെയ്യാൻ പോവാണ്. അപ്രോച്ച് അൺലോക്കാണ് കാണാൻ പോകുന്നത്. സോ 1 മീറ്റർ എത്തിയപ്പോൾ തന്നെ ഈ അപ്രോച്ച് അൺലോക്ക് ആയിട്ടുണ്ട്. അല്ല ഇൻ്റലിജൻറ്റ് കീ ആണ്, ഐ കീ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ആ ഒരു വേരിയൻറ്റിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വരെ പറ്റുന്നതാണ്. സോ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്മ ക്ലസ്റ്റർ അയണൈസർ. അപ്പോൾ നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ. നമ്മൾ ആദ്യമേ വണ്ടി ഓടിക്കുമ്പോൾ എന്താണ് ചെയ്യുക, ഈ സീറ്റ് ബെൽറ്റ് എടുത്ത് ഇങ്ങനെ കുത്തും. ഇതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഒരു പെട്ടെന്ന് ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഇത് പെട്ടെന്ന് കയറി ഇത് ഇങ്ങോട്ട് മുറുകുന്ന സമയത്ത് ഈ റിബ് അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇതിനങ്ങനെയല്ല. ഇത് ആദ്യമേ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത്, രണ്ടാമത് സെറ്റ് ചെയ്ത്, പിന്നെ 3ാമത്തെ പോയിന്റിലാണ് ഇത് പിടിക്കുന്നത്. നമ്മുടെ ABS ഒക്കെ ഇങ്ങനെ പിടിച്ചു വിടത്തില്ല, അതുപോലെ തന്നെ നമ്മൾ 3 പോയിന്റിലാണ് ഇത് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിബ് പൊട്ടാതെ ഇത് സഹായിക്കും. അത് നമ്മുടെ നിസാൻ മാഗ്നൈറ്റിനുണ്ട്. ഫിൽറ്റർ PM 2.5 ഇത് വരുന്ന എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ അതൊക്കെ എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. ഇവിടെ പവർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഒരു പവർ കുറച്ചാണ് സെറ്റ് ചെയ്തത്. മാക്സിമം മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മൈലേജ് വരുന്നത് ഏകദേശം ഒരു 19.4 ഇതിൻ്റെ ഒരു മാനുവൽ ട്രാൻസ്മിഷന് വരുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇവരുടെ CVT ഗിയർ ബോക്സ്, AMT ഗിയർ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. അതിന് മൈലേജ് കൂട്ടി തന്നെ ഉള്ള
ഇത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ്. സോ വണ്ടിയുടെ പവറിൽ വരുവാണെന്നുണ്ടെങ്കിൽ 72 PS പവറാണ് വരുന്നത്. അതുപോലെ തന്നെ 96 ന്യൂട്രൺ മീറ്റർ ടോർക്കാണ്. 72 PS ഒരു 6000 RPM തൊട്ട് മറ്റേത് 1200 ടു ഒരു 3600 RPM ആ ഒരു ഇടയിലാണ് വരിക. 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഫ്രോണ്ട് സൈഡ് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.2 ലിറ്ററിൻ്റെ ഇത് വെച്ച് കമ്പാരിസൺ നടത്തുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കുറവാണ്, പവർ കുറവാണ്. അപ്പോൾ സോ മൈലേജ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. 19.4 മൈലേജ് വരുന്നത്. അതിനും അത്യാവശ്യം മൈലേജ് ഉണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഫീച്ചറുണ്ട്. കുറച്ചുകൂടെ നമുക്ക് വേണ്ട ഫീച്ചർ ഇവർ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അതാണ് ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോക്കാം, രാത്രിയിലൊക്കെ നല്ല രസമുണ്ട് ആംബിയൻ ലൈറ്റ് കാണാനായിട്ട്. അതൊരു കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയി വരുന്നുണ്ട്. വണ്ടി നമുക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഡേ ഇടുന്ന സമയത്ത് നമ്മൾക്കൊരു എപ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു പവറുള്ള വണ്ടിയൊക്കെ ഓടിച്ച് ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കുത്തൽ പോലെ ഇങ്ങനെ തോന്നും. അന്ന് പറയുന്ന ഒരു എന്താ പറയുക, ലാഗ് അടിപ്പിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഇപ്പം ഞാൻ 2000 തൊട്ട് 3000 RPM ഞാൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ചാട്ടി കയറി പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ത്രോട്ടിൽ കൊടുത്തെന്ന് പറഞ്ഞാലും വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു ലിമിറ്റഡ് പെർഫോമൻസ് വണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന ടെർബോ ഇല്ലാത്ത വണ്ടിയാണ്. അതേ സമയത്ത് നമ്മുടെ ഫ്രോൺസായിട്ട് കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെർബോ വേരിയൻറ്റ് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കണം. ഞാൻ ഉറപ്പായിട്ടും പറയണം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം ടെർബോ വേരിയൻറ്റ്. ആ ടെർബോ വേരിയൻറ്റിന് ഇതിൻ്റെ പവർ വരുന്നത് 100 PS പവറുണ്ട്. അത് അതിന് സെയിം ആണ്. അതേ സമയത്ത് നമ്മുടെ ഇതിൻ്റെ ടോർക്ക് വരുന്നത് 160 ന്യൂട്രൺ മീറ്റർ ടോർക്കാണ്. അത് 147 സംതിങ് ആണ് വരിക. പക്ഷേ ഇതിൻ്റെ 160 ന്യൂട്രൺ മീറ്റർ ടോർക്കാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ സോ ടെർബോ എൻജിൻ വേറെ ലെവൽ തന്നെയാണ് മാഗ്നൈറ്റിൻ്റെ വരിക. ഇതൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കമ്പാരിസൺ നടത്തുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് ആണ് അടുത്തത്. ഒരു ഏകദേശം 5 മീറ്ററോളമാണ് അതിൻ്റെ വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് വരുന്നത്. കുഴപ്പമില്ലാത്ത ഒരു ടേണിംഗ് റേഡിയസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ റെസൊല്യൂഷൻ ആവാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ റിവേഴ്സ് ക്യാമറ. ഇതാണ് അതിൻ്റെ ബേർഡ് വ്യൂ വരുന്നത്. നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് അതിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. വാവ്, ക്യാബിൻ സൗണ്ട് ഇവർ ശരിക്കും ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻസുലേഷൻ എക്സ്റ്റീരിയറിലോട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ആ ഇൻസുലേഷൻ കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സൗണ്ട് അവർ ലിമിറ്റ് ചെയ്യുകയാണ്. ഇൻസുലേഷൻ വെച്ചിട്ട് ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പം സൗണ്ട് വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഇച്ചിരി ത്രോട്ടിലൊക്കെ കൊടുത്ത ഒരു ഹയസ്റ്റ് RPM കയറി വരുമ്പോൾ ചെറിയൊരു സൗണ്ട് ഫീൽ ചെയ്യും. റിലയബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഏകദേശം 1.5 ലക്ഷത്തോളം ആൾക്കാർ ഈ വണ്ടി എടുത്തതാണ്. അതിന് മേളിൽ ആൾക്കാർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും പഴയ വേരിയന്റിൽ നിന്നും പുതിയ ഫേസ് ലിഫ്റ്റിലേക്കൊക്കെ മാറാൻ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ചോയ്സാണ്. ഞാൻ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പുതിയ അപ്ഡേഷൻസ് ഒക്കെ പറയുന്നത്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ റൈവലറിയാണ് നമ്മുടെ കിയ സോണറ്റ് എന്ന് പറഞ്ഞ വണ്ടി. സോണറ്റിനെ കുറിച്ച് ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രോൺസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രോൺസിൻ്റെ വീഡിയോ നിങ്ങൾ ഇന്ന് പോയി കണ്ടു നോക്കുക. കിയ സോണറ്റിനെയൊക്കെ വെച്ച് കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വാല്യൂ ഫോർ മണി. അപ്പോൾ പൈസയ്ക്കൊത്ത മുതലുണ്ട്, അതാണ് മെയിൻ സംഭവം. സോ ഇതിൻ്റെ ഗുഡ് ആൻഡ് ബാഡാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഗുഡ് ആൻഡ് ബാഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നല്ലത് തന്നെ പറയണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്പെഷ്യൽ സീറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആ സീറ്റ്സിന് 70% ഇതിൻ്റെ ഒരു ഹീറ്റ് അബ്സോർപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു സ്റ്റൈലിഷ് ആൻഡ് സ്ലീക്കി അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള ഡിസൈനാണ് രണ്ടാമത്തെ വലിയ അഡ്വാൻറ്റേജ് പറയുന്നത്. നമുക്ക് ഒരു ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലാണ്. നമുക്ക് വാല്യൂ ഫോർ മണിയാണ്. നമുക്ക് കൊടുത്ത പൈസയ്ക്ക് മുതലുണ്ടോയെന്ന് എല്ലാവരും ആലോചിക്കുന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ക്യാബിനാണ് വരിക. അതുകൊണ്ട് തന്നെ അതൊരു വലിയ മേജർ അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ പറയണം. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എടുത്തു പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ വണ്ടിക്ക് തന്നെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ തെറ്റില്ലാത്ത ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടിയും കൂടെയാണ്. കാരണം നമ്മുടെ മാരുതിയുടെ ഫ്രോൺസ് വണ്ടിയൊക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 308 ലിറ്റർ എന്താണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബൂട്ട് സ്പേസ് കൂടി. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഗുണം തന്നെയാണ്. ഇത് നെഗറ്റീവ് നമുക്ക് എന്നാ നോക്കാം. എല്ലാവരും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഇങ്ങനെ വലിപ്പീത് തന്നെയാണ്, ഒരു ചെറിയ ലാഗ്. ഈ വണ്ടിക്ക് ചെറിയതായിട്ടൊരു പിടുത്തമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പവറേ ഉള്ളൂ. ഈ ഒരു PS പവർ വെച്ചിട്ടും ഈ ഒരു ടോർക്ക് വെച്ചിട്ടും ചെറിയൊരു പിടുത്തമുണ്ട്. കുറച്ചുകൂടെ എൻജിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ് കുറച്ചുകൂടെ നമുക്ക് സ്മൂത്താക്കി കൊണ്ടുവരാം. ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഇത് എനിക്ക് അത്യാവശ്യം സ്മൂത്തായിട്ടാണ് സ്റ്റിയറിങ് തോന്നുന്നത്. നോട്ട് സോ ഹാർഡ്. എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര സ്റ്റിഫാണ്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ എനിക്ക് വലിയ സ്റ്റിഫ്നെസ് തോന്നുന്നില്ല. കാലപ്പഴക്കം എത്തുന്നതനുസരിച്ച് ഒരു പക്ഷേ
സ്റ്റിപ്പ് ആവുന്നത് ഇത് കണ്ടില്ല. ഇത് അത്യാവശ്യം വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ പോകുന്നു. എനിക്ക് അത്രയ്ക്ക് സ്റ്റിഫല്ല, എന്നാലും ചെറിയൊരു സ്റ്റിഫ്നെസ് തോന്നുന്നുണ്ട് മറ്റു വണ്ടിയെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഈ വണ്ടിക്ക് 1 ലിറ്റർ എഞ്ചിനിൽ മാത്രമേ വരുന്നുള്ളൂ, അതൊരു വലിയ പോരായ്മയാണ്. ഒരു 1.2 കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഈ വണ്ടിയൊക്കെ ബിൽഡ് ചെയ്യുന്ന നമ്മുടെ CMFA പ്ലാറ്റ്ഫോം വരുന്ന ആ ഒരു ഇതിലാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ഒരു SUV ടൈപ്പ് വണ്ടികളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കോമ്പാക്ട് SUV ടൈപ്പ് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ ഒരു SUV സ്റ്റാൻഡ്സ് ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഞാനിത് പല ആൾക്കാരോടും ഇതിൻ്റെ ഫീഡ്ബാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് ഇച്ചിരി വെട്ടക്കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇത് നോർമലായിട്ടുള്ള വെട്ടം കിട്ടുന്നുണ്ടോ എന്ന് ചിലർ പറയുന്നുണ്ട്, ചിലർ വെട്ട കുറവാന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ യൂസർ റിവ്യൂ വീഡിയോസിൽ കാണാൻ പറ്റുന്നതാണ്. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് വണ്ടി പെട്ടെന്ന് നിർത്താൻ പോവാണ്. അപ്പോൾ 3 സെക്കൻഡ്സോളം വണ്ടി ഹോൾഡായിട്ട് നിൽക്കുകയാണ്. ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടില്ലായിരുന്നു. സോ വണ്ടി ഓടിക്കാൻ അറിയാൻ മേലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയൊരു ഗുണമാണ്. നമുക്കൊന്ന് ബ്രേക്കിൽ നിന്ന് ആക്സിലേഷൻ കൊടുക്കാൻ ടൈമിങ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഒരു ബമ്പി സിറ്റുവേഷനിലുള്ള ഒരു സസ്പെൻഷൻ അത് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മേജർ ഡ്രോബാക്സ് ആയിട്ട് പറയാം. ബ്രേക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ബ്രേക്കിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ചാണ്. 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററാണ് ഈ വണ്ടിയുടെ വാറണ്ടി വരുന്നത്. സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഫ്രീ സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് ലേബർ ഫ്രീ സർവീസാണ് വരുന്നത്. ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് പാക്കേജൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് അതുപോലെ തന്നെ ഈ വാറണ്ടി നമുക്ക് വേണം എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പ്രൈസ് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രൈസിനെ കുറിച്ചാണ്. മെയിനായിട്ട് 6 വേരിയൻ്റാണ് വരുന്നത്. ഇതിനകത്ത് എല്ലാം ഞാൻ പറയുന്നില്ല. ബേസ് ഓപ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MT VCA എന്ന് പറഞ്ഞ ഓപ്ഷന് 7,19,000 രൂപയാണ് ഓൺ റോഡ് വരിക. അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ടെക്ന പ്ലസ് 10,87,000 രൂപയാണ് വരുന്നത്. അതുപോലെ ടർബോ ഓപ്ഷൻ ടെക്ന പ്ലസ് വരുമ്പോൾ ഏകദേശം 12,66,000 രൂപയാണ് വരിക. ഫുൾ ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ടർബോ എക്സ്ട്രോണിക് CVT ടെക്ന പ്ലസ് DT എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 14,25,000 രൂപയാണ് വരിക. ഇത് വിത്തൗട്ട് പീസ് ഓഫ് മൈൻഡ് ആണ്. വിത്ത് പീസ് ഓഫ് മൈൻഡ് വരുമ്പോൾ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ട്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണ ചാനൽ.